യേശുവിനെ പിലാത്തോസും ജനങ്ങളും എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ കുറ്റപ്പെടുത്തൽ ഉണ്ടായപ്പോൾ നമുക്കറിയാം, ഇത്രയും നിഷ്കളങ്കനായിട്ട് ജീവിച്ചിട്ടും ആ മനുഷ്യൻ കുറ്റപ്പെടുത്തൽ അനുഭവിക്കേണ്ടി വരും. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ നമ്മൾ എന്നും ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാ. ഭർത്താവ് ഭാര്യയെ, മക്കള് അമ്മയെ, അതുപോലെ മക്കളെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. നമ്മൾക്ക് അങ്ങനെയാ, ആരെയും അംഗീകരിക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ എപ്പോഴും കുറവുകളായിരിക്കും മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. യേശുവിൻ്റെ 3 ഭാവങ്ങൾ വലിയൊരു ആന്തരികമായ ഉൾക്കാഴ്ച നൽകുന്നതാണ്. ആത്മീയത അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തിയുള്ളവർക്ക് മാത്രമാണ് കേൾക്കാൻ പറ്റുള്ളൂ. യേശു ഈ പിലാത്തോസും ജനങ്ങളും ഒക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കേട്ടു എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ ശക്തിയുള്ളവർക്കാണത്. ആരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തിയ, അല്ലെങ്കിൽ അപ്പോഴേക്ക് നമ്മൾ പ്രതികരിച്ച്, നമ്മൾ കോപിച്ച് ആ വ്യക്തിയെ നമ്മൾ നശിപ്പിക്കാൻ നോക്കാം. ആത്മീയതയുടെ ശക്തിയുള്ള വ്യക്തിക്ക് അത് കേൾക്കാൻ പറ്റും. 2, യേശു ശാന്തനായിരുന്നു. ഒന്നുപോലും അലട്ടിയില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ആലോചിച്ച് നോക്കി, ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്തായിരിക്കും ടെൻഷൻ. നമുക്കൊരിക്കലും പറ്റില്ല. അത് നമ്മുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത് ചിന്തിച്ചു പോകും. അതൊരവസ്ഥയിലാണ്. യേശു ശാന്തനായിരുന്നു. അത് എവിടെ നിന്നാണ് ഈ ശാന്തത കിട്ടിയത്? ആത്മീയതയുടെ ശക്തിയുള്ളത് കൊണ്ടാണ് ശാന്തത കിട്ടിയത്. 3-ാമതായിട്ട്, വിദ്വേഷം കൊണ്ട് നീക്കാൻ പറ്റില്ല, സ്നേഹം കൊണ്ട് നീക്കാൻ പറ്റുള്ളൂ. അതാണ് യേശു 3-ാമതായിട്ട് കാണിച്ച ഭാവം. സ്നേഹം കൊണ്ട് അവരോട് പ്രതികരിക്കുക. അവരെ കുറ്റപ്പെടുത്തുകയോ, നിങ്ങൾ അങ്ങനെയാണല്ലോ, നിങ്ങളെക്കുറിച്ച് എനിക്ക് ഇങ്ങനെ അറിയാലോ, നിങ്ങൾ എന്നിട്ടാണോ എന്നെ കുറ്റപ്പെടുത്തുന്നത്, ഒരു വാക്ക് അങ്ങനെ പറഞ്ഞില്ല. തെറിവാക്ക് പറഞ്ഞോ? ഇല്ല. നമ്മളാണെന്ന് ചിന്തിച്ചു നോക്കി, ആരെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിലിരിക്കുന്ന എന്തൊക്കെയായിരിക്കും പുറത്തു വരുന്നത്. എന്തോരം തെറി പറയുന്ന വ്യക്തികളിൽ നിന്നറിയാമോ? നമുക്ക് പിന്നെ ചെവി അടച്ചു പോകേണ്ടി വരും. ഒന്ന് ദേഷ്യപ്പെട്ടാൽ മതി. അവരുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ, പഴയതും പുതിയതും ഉണ്ടാക്കുന്നതും കേട്ടതും ആയ കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ചെറിയും. നമ്മൾ അങ്ങനെ ആൾക്കാരാണ്. പണ്ടെങ്ങാണ്ട് നടന്ന കാര്യങ്ങൾ പോലും നീ അങ്ങനെയല്ലേ, നീ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങും. എന്നാൽ യേശു സ്നേഹം കൊണ്ടാണ് പ്രതികരിക്കുന്നത്. ഇങ്ങനെ എത്തണമെങ്കിൽ കുറേ പ്രാർത്ഥിക്കാനുണ്ട്. മനുഷ്യനിതൊന്നും പറ്റുന്നില്ല. മനുഷ്യന് നമ്മൾ പ്രാർത്ഥനയിലൂടെ വളരുമ്പോൾ നമുക്ക് പറ്റുള്ളൂ. നമുക്കൊക്കെ ഈ കുറ്റപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഈ 3 ഭാവങ്ങൾ യേശു ആ പിലാത്തോസിന് മുന്നിൽ നിൽക്കും. ഈ 3 ഭാവങ്ങൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം.